ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. അങ്ങനെ പ്രേക്ഷകർ കാണുവാൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ചില മുഹൂർത്തങ്ങൾ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചു. അനുമോളുടെ എക്സ് ലവർ എന്ന് സമൂഹ മാധ്യമങ്ങൾ പരക്കെ കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ജീവൻ ഇന്ന് രാവിലെ ബിഗ് ബോസ് വീട്ടിലെത്തി. രാവിലെ തന്നെ ബിഗ് ബോസ് ഒരു ഉടായിപ്പ് ടാസ്ക് അവർക്ക് കൊടുത്തിരുന്നു. അത് തലേണ മന്ത്രം എന്ന് പറയുന്നൊരു ടാസ്ക്കാണ്. ആക്ടിവിറ്റി ഏരിയയിൽ കുറേ പഞ്ഞിക്കെട്ടുകൾ കിടപ്പുണ്ട്. ഈ പഞ്ഞിയെല്ലാം വാരി പില്ലോ കവറിനകത്താക്കുകയും അത് തയ്ച്ച് സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. അങ്ങനെ ആദ്യം തയ്ച്ച 5 ആൾക്കാർ ഒരുമിച്ച് ഓടി വരികയാണ്. സ്റ്റോർ റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ഹാപ്പി ഫാമിലി എന്നെഴുതിയ 2 പില്ലോയും പിടിച്ച് മുഖം മറച്ച് 2 ആൾക്കാർ അതിനകത്ത് നിൽക്കുകയാണ്. അല്പനിമിഷം കഴിഞ്ഞപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ആ കാഴ്ച കണ്ട് അനുമോൾ ഞെട്ടുകയാണ്. ജീവനാണ് അതിൽ ഒന്ന്. ജീവനൊപ്പം സോഫി മരിയ മാത്യു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടായിരുന്നു. അവര് ഹാപ്പി ഫാമിലി എന്ന് പറയുന്ന ഒരു സീരിയലിന്റെ പ്രൊമോഷനുമായിട്ടാണ് ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ അനുമോൾ മാത്രം അവിടേക്ക് അടുത്തതേയില്ല. സോഫിയെ പരിചയപ്പെട്ടിട്ട് അനുമോൾ വേഗം ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്നു. ആ കൂട്ടത്തിൽ ആദിലയും നൂറയും കയറുന്നുണ്ട്. അതിനകത്തേക്ക് കയറി അനുമോൾ പൊട്ടിക്കരയുകയാണ്. തുടർന്ന് അനുമോളുടെ അടക്കം പറച്ചിൽ അതിനകത്ത് കേൾക്കുവാൻ കഴിയും. എന്റെ ലൈഫ് നശിപ്പിച്ചവനാണവൻ. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കാണുവാൻ ആഗ്രഹിക്കാത്ത ഒരുത്തനാണ്. എന്നെ മരണത്തിലേക്ക് പോലും തള്ളിയിട്ടവനാണവൻ എന്ന് പറയുന്നുണ്ട്. അനുമോളും ജീവനും തമ്മിൽ ലവ് അഫെയർ ഉണ്ടായിരുന്നോ? അനുമോളും ജീവനും തമ്മിൽ ഒരുപാട് റീലുകളിൽ ഒരുമിച്ച് വരുന്നതും ഡാൻസും പാട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിലേക്ക് ജീവൻ വരാൻ പോകുന്നു. അതൊരു വൈൽഡ് കാർഡായിട്ടാണ് വരുന്നത്. ഇങ്ങനെയുള്ള റൂമറുകളൊക്കെ പ്രചരിക്കുന്നതിനോടൊപ്പം അനുമോളും ജീവനും തമ്മിൽ പ്രണയത്തിലായിരുന്നു, അത് ബ്രേക്കപ്പ് ആയതാണ്, അങ്ങനെയുള്ള വ്യാപകമായ ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടന്നു. അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കുവാൻ വേണ്ടി ഞാനും സോഷ്യൽ മീഡിയയിൽ കുറേ പരതി. അപ്പോൾ കണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അനുമോളുടെ ഒരു ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂവർ അനുമോളോട് ചോദിക്കുന്നുണ്ട്, അനുമോളുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു എന്ന് കേട്ടു. ഈ ജീവൻ എന്ന് പറയുന്ന ആളുമായിട്ടായിരുന്നോ അനുമോളുടെ വിവാഹം ഉറപ്പിച്ചത്? അപ്പോൾ അനു പറയുന്നുണ്ട്, ഒരിക്കലുമില്ല, മറ്റൊരാളുമായിട്ടാണ് എൻ്റെ വിവാഹം ഉറപ്പിച്ചത്. ജീവനുമായിട്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആൺകുട്ടികളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് തീരെയില്ല. പെൺകുട്ടികളാണ് എൻ്റെ ഫ്രണ്ട്സ്. എന്നാൽ ജീവിതത്തിൽ ആകെക്കൂടി എനിക്ക് ഫ്രണ്ടായിട്ടുള്ളത് ഒരാൺകുട്ടി, അത് ജീവൻ മാത്രമാണ്. എന്നാൽ വിവാഹം ഉറപ്പിച്ചത് മറ്റൊരാളുമായിട്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന ആ റൂമർ വാസ്തവമല്ല എന്നാണ് ആ ഇന്റർവ്യൂവിൽ കൂടി മനസ്സിലാകുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അനുമോൾ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ്, ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞവനാണ്, എന്നെ മരണത്തിലേക്ക് പോലും തള്ളിയിട്ടവനാണ് എന്നൊക്കെ പറയുന്നത്? വേണമെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാം. അനുമോൾക്ക് അയാളുടെ പ്രണയമുണ്ടായിരുന്നില്ല, അതൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. എന്നാൽ ആ ഫ്രണ്ട്ഷിപ്പിന്റെ മറവിൽ ജീവൻ ഒരുപക്ഷെ അനുമോളെ പ്രണയിക്കുവാൻ ശ്രമിച്ചു കാണും. ഈ ഒരു വിവാഹം ഉറപ്പിക്കപ്പെട്ടു എന്നുള്ളത് അറിഞ്ഞപ്പോൾ മുതൽ അതിനെതിരായി അയാൾ കളിച്ചു കാണും. അനുമോൾക്കെതിരായിട്ട് വ്യാജ പ്രചരണങ്ങൾ അയാൾ നടത്തുകയും ആ ഒരു വിവാഹ ബന്ധത്തിലേക്ക് അവർ എത്തുന്നത് തടയുവാൻ വേണ്ടി അയാൾ അനുമോൾക്കെതിരെ അവിഖ്യാതികൾ ഒരുപക്ഷെ ഈ വിവാഹം കഴിക്കുവാൻ ഉറപ്പിക്കപ്പെട്ട ആ പയ്യനോട് പറഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ ആ ബന്ധം മുൻപോട്ട് പോകാൻ കഴിയാതെ പൊളഞ്ഞിട്ടുണ്ടാവാം. അതിനോടുള്ള ബന്ധത്തിലായിരിക്കാം ഇപ്പോൾ എൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചവനാണ്, മരണത്തിലേക്ക് പോലും തള്ളിയിട്ടവനാണ്, ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്തവനാണ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ജീവനും അനുമോളും തമ്മിൽ പ്രണയത്തിലായിരുന്നോ എന്ന് ചോദിച്ചാൽ അയാൾ പറയുന്നതായിരിക്കുമല്ലോ ആൾക്കാർ വിശ്വസിക്കുക. അയാൾ ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അനുമോളുമായിട്ട് താൻ പ്രണയത്തിലായിരുന്നു, അനുമോൾ തനിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒടുവിൽ തന്നെ തേച്ചിട്ട് പോയതായിരുന്നു, ഇങ്ങനെയൊക്കെ ഒരുപക്ഷെ അയാൾ പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ വെച്ചിട്ടായിരിക്കും പുറം ലോകം കഥകൾ മെനയുന്നത്. എന്തായാലും ജീവൻ ബിഗ് ബോസ് വീട്ടിലെത്തിയത് അനുമോൾക്ക് കനത്ത ഷോക്ക് തന്നെയായി പോയി. ജീവന്റെ അരികിലേക്ക് അടുക്കുവാൻ പോലും അനുമോൾ തയ്യാറായില്ല. പക്ഷെ പോകാൻ ഇറങ്ങുന്ന സമയത്ത് ജീവൻ അനുമോളുടെ അരികിലേക്ക് പോകുന്നുണ്ട്. അനുമോളുടെ അടുത്തേക്ക് ചെല്ലുന്നത് കണ്ടുകൊണ്ട് താൻ അവിടുന്ന് മാറിപ്പോകുന്നു. എന്നാൽ പുറകെ ചെന്നിട്ട് അനുമോൾക്ക് കൈ കൊടുത്തിട്ടാണ് ജീവൻ മടങ്ങിപ്പോകുന്നത്. അവർ പോയതിനു ശേഷവും അനുവും ആദിലയും നൂറയും കൂടി ഈ ഡ്രസ്സിംഗ് റൂമിൽ കയറുന്നുണ്ട്. അവിടെ അനുമോൾ പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം തന്നെ അങ്ങ് പോയി കിട്ടിയെന്ന്. പിന്നെ മൈക്കൊക്കെ മാറ്റി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെയാണ് ഈ അടക്കം പറച്ചില്ല, അത് നമുക്ക് വ്യക്തമായി പുറത്ത് കേൾക്കുവാൻ കഴിയില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അനുമോൾ ആകെപ്പാടെ ഓഫ് ആയിരിക്കുകയാണ്.